ആത്മീയതയും കമ്മ്യൂണിസവും ഒരുമിച്ച് ചേർന്ന സ്ഥലമാണ് 24ാം പാർട്ടി കോൺഗ്രസിന്റെ വേദി. മൂന്നാം തവണയാണ് CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നത്. CPM നേതൃത്വം നൽകിയ ഒട്ടേറെ സമരങ്ങൾക്ക് സാക്ഷിയായ നാട് കൂടിയാണ് ഈ ക്ഷേത്ര നഗരം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ മധുര ക്ഷേത്രത്തിന്. കരിങ്കല്ലിൽ തീർത്ത ഏറ്റവും ഭംഗിയുള്ള ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശം. അതിന് സമാനം തന്നെയാണ് ഈ നാടിന് കമ്മ്യൂണിസ്റ്റോടുള്ള മതിപ്പ്. വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള കുറേയേറെ ആൾക്കാർ താമസിക്കുന്ന ഒരു നാട് കൂടിയാണ് മധുര. പാണ്ഡ്യരാജാക്കന്മാരുടെ ഭരണമികവ് തെളിയിക്കുന്ന സുന്ദര ശില്പം മധുര മീനാക്ഷി ക്ഷേത്രം. ഒരേ രീതിയിലുള്ള 4 കൂറ്റൻ ഗോപുരങ്ങളും കരിങ്കല്ല് ചെത്തിമിനുക്കിയ ശില്പങ്ങളും ഈ നാടിനെ ക്ഷേത്ര നഗരമാക്കി മാറ്റി. ആത്മീയ നഗരം എന്നറിയപ്പെടുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സമരപാരമ്പര്യവും ഏറെയുണ്ട് മധുരയ്ക്ക്. മധുരയ്ക്ക് സമീപത്തുള്ള നാഗപട്ടണത്തെ കീഴ്വൺമണി എന്ന സ്ഥലത്ത് 1968 നടന്ന കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കൂലി ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം 44 പേരുടെ ജീവൻ നഷ്ടമായി. പ്രക്ഷോഭകരെ തീയിലേക്കെറിഞ്ഞാണ് ജന്മിമാർ അവരുടെ കലിയടക്കിയത്. ആ സമരമടക്കം ചെറുതും വലുതുമായ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ മധുര പട്ടണത്തിൽ CPMന് വേരോട്ടമുണ്ടാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യവും ഈ മധുര നഗരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ 1952 തന്നെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ ജയിലിലുണ്ടായിരുന്ന പി രാമമൂർത്തിയാണ് മധുര മണ്ഡലത്തിലെ MLA ആയി ജയിക്കുന്നത്, ജയിലിൽ നിന്ന് പുറത്തു വരാതെ. അത്രയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. മൂന്നാം തവണയാണ് മധുര പാർട്ടി കോൺഗ്രസിന് വേദിയാകുന്നത്. 1972 സമ്മേളനം നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പതാക ഉയരുക. 1953 മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ജവഹർലാൽ നെഹ്റു സർക്കാരിനെ അംഗീകരിക്കണോ വേണ്ടയോ എന്നതായിരുന്നു പ്രധാന ചർച്ച. ആ പ്രമേയം വോട്ടിനിട്ട് തള്ളി. 24ാം പാർട്ടി കോൺഗ്രസിന് മധുര വീണ്ടും വേദിയാകുമ്പോൾ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ കൂടുതൽ ചർച്ച ചെയ്യും. ഒപ്പം ദേശീയ തലത്തിൽ കോൺഗ്രസിനോട് കൂടുതൽ അടുക്കണോ എന്ന കാര്യവും ചർച്ചയാകും. മധുരയിൽ നിന്ന് ക്യാമറമാൻ സജികുമാറിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.